ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. യോന പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ യഹോവയായ ദൈവം യോനയോട് പറയുന്നുണ്ട്, നിനവയിലെ ദുഷ്ടത എൻ്റെ അടുക്കൽ വന്നതുകൊണ്ട് നീ നിനവയ്ക്ക് വിരോധമായിട്ട് പ്രസംഗിക്കുക. എന്നാൽ അതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ പറയുന്നത്, യോന നിനവയിലേക്ക് പോകുന്നതിനും പകരം യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീസിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെടുകയാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നത്, യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ കൂലി കൊടുത്ത് അതിൽ കയറി പുറപ്പെടുകയാണ്. പ്രിയരെ, അവിടെ പറയുന്നൊരു കാര്യം, യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീസിലേക്ക് പോകാൻ. 2 പ്രാവശ്യം അവിടെ പറയുന്നുണ്ട്, യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീസിലേക്ക് പോകാൻ. ദൈവസന്നിധിയിലുള്ള യോന ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ വഴിയെ പുറപ്പെടേണ്ടതിന് പകരം, ഒന്നുകൂടെ പറഞ്ഞാൽ, നിനവയിൽ ചെന്ന് നിനവയോട് ദൂത് പറയേണ്ടതിന് പകരം ദൈവസന്നിധിയിൽ നിന്ന് യോനയുടെ ഇഷ്ടപ്രകാരം മറ്റൊരു ദിശയിലേക്ക് തിരിയുമ്പോൾ, പ്രിയരെ, അവിടെ പറയുന്നത് ദൈവസന്നിധിയിൽ നിന്ന് തർശീസിലേക്ക് പോയ യോന, അതായത് ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്ന യോന ഇപ്പോൾ ദൈവസന്നിധിയിലില്ല. ദൈവസന്നിധിയിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞ് കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ, പ്രിയരെ, അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ കടലിലുണ്ടാകുന്ന കോളുകളും കപ്പലിലേക്കുള്ള പ്രതിസന്ധികളും യോനയെ, അവിടെ പറയുന്നുണ്ട്, അവർ യോനയെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവസന്നിധിയിൽ നിന്ന് വിട്ടോടി ചില തർശീസിലേക്ക് പോകുന്ന കപ്പലിൽ കയറിയാൽ, തർശീസിൽ പോകുന്ന കപ്പല് നമ്മെ രക്ഷപ്പെടുത്തത്തില്ല. ദൈവസന്നിധി വിട്ട് പുറപ്പെടുന്ന ഒരു യാത്രയും ഒരു ദൈവ പൈതലും രക്ഷപ്പെടത്തില്ല, ഒരു ലക്ഷ്യസ്ഥാനത്തും എത്തത്തില്ല. അവൻ്റെ അവസാനം കടലിലേക്ക് എടുത്തെറിയുക എന്നുള്ളതല്ലാതെ ഈ സന്ദേശം കേൾക്കുമ്പോൾ, പ്രിയരെ, തർശീസിലേക്കുള്ള കപ്പൽ നമ്മെ രക്ഷപ്പെടുത്തത്തില്ല. എന്നാൽ ദൈവസന്നിധിയിൽ നിൽക്കുന്ന യോന വിശ്വസ്തയോടെ നിനവയിൽ ചെന്ന് ദൂത് പറഞ്ഞപ്പോൾ, അവസാനം വരെ യോനയുടെ കൂടെ ഉണ്ടായിരുന്ന ദൈവശബ്ദം യോനയെ ബലപ്പെടുത്തിയതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ, പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്തും ഇതുപോലെ ദൈവശബ്ദം കേട്ടിട്ട് ദൈവശബ്ദത്തിന് ചുവടുവയ്ക്കാതെ തൻ്റെ ഇഷ്ടപ്രകാരം തിരിയുന്ന ഒത്തിരി പേരെ കാണാൻ പറ്റും. എന്നാൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ യോനയ്ക്ക് പറ്റിയതുപോലെ പ്രതികൂലങ്ങൾക്കകത്ത് കയറാതെ, ദൈവസന്നിധി വിട്ട് ഓടിപ്പോകാതെ, ദൈവസന്നിധിയിൽ നിന്ന് അവസാനം വരെ ദൈവശബ്ദം കേട്ട് ദൈവ ഇഷ്ടം ചെയ്ത് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.